ഇതാണ് സംഗതി. അപ്പോൾ വയലിൽ ഇതൊക്കെ വരും. ഇനി ബാക്കിയുള്ളൊരു സാധനമാണ് ഇർഷാദ്. മഹല്ല് തലങ്ങളിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും പ്രവർത്തിക്കേണ്ടി വരുന്നത് ഇർഷാദിന് വേണ്ടിയിട്ടാണ്. ഇനി അനുബന്ധമായിട്ട് കുറേ സാധനങ്ങളുണ്ട്. നസീഹത്ത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, കൗൺസിലിങ്. മറ്റൊന്നുണ്ട് തർബിയത്ത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, പാരൻറ്റിങ്. ഇങ്ങനെ ദൈവത്തിൽ ഇനിയും ഒരുപാട് വകഭേദങ്ങളുണ്ട്. ഇർഷാദിനെ കുറിച്ച് പറയാം. ഇർഷാദ് എന്നത് മഹല്ല് തലങ്ങളിൽ നമ്മളെപ്പോഴും പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. 4 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് മഹല്ലത്തുകളിൽ നമ്മൾ അഭിമുഖീകരിക്കാനുള്ളത്. ഇന്ന് സമൂഹത്തിൽ വളരെ വ്യാപകമായ വിപത്തുകൾ 4 എണ്ണമാണെന്നാണ് വിനീതമായ എൻ്റെ നിരീക്ഷണം. 1, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തേത് പലിശയുടെ ഗൗരവം കുറഞ്ഞു വന്നിട്ടുണ്ട്. 2ാമത്തേത് വ്യഭിചാരത്തിൻ്റെ ഗൗരവം കുറഞ്ഞു വന്നിട്ടുണ്ട്. പലിശയുടെ ഗൗരവം കുറഞ്ഞു വന്നു. 2, വ്യഭിചാരത്തിൻ്റെ ഗൗരവം കുറഞ്ഞു വന്നു. 3ാമത്തേത് റിദ്ദത്ത്, ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോവുക എന്ന റിദ്ദത്തിൻ്റെ ഗൗരവം കുറഞ്ഞു വന്നു. പലിശയുടെ ഗൗരവം കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അതിന് ചില കാരണങ്ങളുണ്ട്. സാമ്പത്തികമായ അച്ചടക്കം നഷ്ടപ്പെട്ടതാണ് പലിശയുടെ ഗൗരവം കുറഞ്ഞു വന്നതിൻ്റെ കാരണം. സാമ്പത്തികമായ അച്ചടക്കം എന്ന് പറഞ്ഞാൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിച്ചാലേ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാവുള്ളൂ. ഒന്നാമത്തെ കാര്യം ഈ ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം ഒഴിവാക്കണം. ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ കുറേ ഉണ്ട്. മദ്യം മയക്കുമരുന്നിൻ്റെ അഡിക്ഷൻ മാത്രമൊന്നുമല്ല, ഗെയിം അഡിക്ഷനാണ് ഏറ്റവും വലിയ അഡിക്ഷൻ എന്നാണ് പറയപ്പെടുന്നത്. ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം സൂപ്പർ മാർക്കറ്റ് കാണുമ്പോൾ വണ്ടി നിർത്തിയിട്ട് ആ ഉന്തിന വണ്ടീനെ എടുത്തുങ്ങാണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഉന്തിങ്ങാണ്ട് കാണുന്ന സാധനമൊക്കെ എടുത്തിടന്നെ. ഇതിൻ്റെ പേരാണ് ഷോപ്പിംഗ് അഡിക്ഷൻ. അവസാനം കൗണ്ടറിൽ എത്തിയേക്കുമ്പോൾ ബില്ല് കൊടുക്കാൻ കയ്യിൽ കാശില്ലായിട്ട് കാർഡ് എടുത്ത് കൊടുക്കണതിൻ്റെ പേരാണ് ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. സാധനം വാങ്ങണം, നല്ലത് വാങ്ങണം, ക്വാളിറ്റി ഉള്ളത് വാങ്ങണം, ഒക്കെ വേണം. പക്ഷെ ആവശ്യമുള്ളതല്ല വാങ്ങണ്ടേ, കാണുന്നതല്ലല്ലോ വാങ്ങണ്ടേ. നമ്മൾ ആവശ്യമുള്ളതല്ല വാങ്ങൽ, കാണുന്നതൊക്കെ അങ്ങനെ വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അത് മാറ്റിയിട്ട് ആവശ്യമുള്ളത് വാങ്ങുന്നതിലേക്ക്, അത് കുറച്ച് വില കൂടിയാലും കുഴപ്പമില്ല. ഒരു 100 റുപ്യൻ്റെ ബനിയൻ വാങ്ങാൻ വേണ്ടിയിട്ട് 10 പീടി കയറേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അതൊരു കടയിൽ കയറി അവിടെ 4 ഐറ്റം ഉണ്ടാവും, അതിൽ ഏറ്റവും നല്ല നോക്കിയിട്ട് എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ആവശ്യമുള്ളതൊക്കെ ചെയ്യാം. പക്ഷേ ഇന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അധികവും ആവശ്യമുള്ളതല്ല, കാണുന്നതൊക്കെ വാങ്ങുക എന്നുള്ളതാണ്. കണ്ടപ്പോൾ എന്താ ആവശ്യമില്ലാത്ത? കണ്ടപ്പോൾ ആവശ്യമില്ലാത്ത ഒന്നുമില്ലല്ലോ, എല്ലാ സാധനവും ആവശ്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കാണുന്നതൊക്കെ വാങ്ങുക എന്നുള്ള നിലപാട് ഒഴിവാക്കിയിട്ട് ഇതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. 2ാമത് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവണമെങ്കിൽ ദാനധർമ്മങ്ങൾ പരിശീലിപ്പിക്കണം.